ശ്രീ രാജ്മോഹൻ, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന പറയുന്നു, ഞാൻ ഈ കേസിൽ വെറുമൊരു ഉപകരണം മാത്രമായിരുന്നു. യെസ്, ഓഫ് കോഴ്സ് ഐ വാസ് പാർട്ട് ഓഫ് ദാറ്റ് സിൻഡിക്കേറ്റ് എന്നാണ് അവർ പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും UAE കോൺസുൽ ജനറലും ഉൾപ്പെട്ട സിൻഡിക്കേറ്റിലെ ഒരംഗം. ഗൂഢാലോചനയിൽ ഭാഗഭാക്കായിട്ടും സ്വർണ്ണക്കടത്തിൻ്റെ ബെനിഫിഷ്യറിയായിട്ടും എന്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രി പ്രതി ചേർക്കപ്പെട്ടില്ല? ഇറ്റ് വാസ് നോട്ട് എ വൺ വേ ട്രാഫിക്, ടു വേ ട്രാഫിക് ആയിരുന്നു. നയതന്ത്ര ചാനൽ വഴി ഓരോ തവണ സ്വർണം കടത്തുമ്പോഴും ലഭിക്കുന്ന പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചപ്പോൾ ഒടുവിൽ ദുബായിൽ നിന്ന് വന്ന കൺസൈൻമെൻറ്റ് കസ്റ്റംസ് പിടിക്കും വരെ അതൊരു ലഹരിയാക്കി മാറ്റി, അതൊരു ശീലമാക്കി മാറ്റി. സ്വപ്നയെ ബംഗളൂരുവിൽ NIA അറസ്റ്റ് ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ പ്രതികരണം അവരെ അറിയില്ല എന്നായിരുന്നു, കണ്ടിട്ടില്ല എന്നായിരുന്നു. ക്ലിഫ് ഹൗസിലെ നിത്യസന്ദർശകയായിരുന്നു സ്വപ്ന. അവിടുത്തെ ഒരു ഫാമിലി മെമ്പർ എന്ന നിലയിൽ എല്ലാ സ്വാതന്ത്ര്യവും അവർ അനുഭവിച്ചിരുന്നു. ഇതാണ് വസ്തുത എന്നിരിക്കെ സ്വർണ്ണക്കടത്ത് സിൻഡിക്കേറ്റിൻ്റെ തലവനെ ഒഴിവാക്കി മറ്റുള്ളവരെ ബലിയാടാക്കിയതിലെ അമർഷവും രോഷവുമാണ് സ്വപ്നയുടെ വാക്കുകളിൽ പ്രകടമാവുന്നത്. തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷ അനുഭവിക്കണമല്ലോ. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണല്ലോ. കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് അന്വേഷണ ഏജൻസികളാണല്ലോ. എന്തുകൊണ്ട് നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അലംഭാവം കാട്ടി? അനിൽ നമ്പ്യാർ, താങ്കൾ പറഞ്ഞ മാതിരി തന്നെ ഈ നമ്മളെ ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ കൂടാതെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഈ രണ്ട് കൺസെപ്റ്റാണ്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിൽ പല കാര്യങ്ങളിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായാലും ശരി, അന്വേഷണ ഏജൻസി ആയാലും ശരി, സെൻട്രൽ ഏജൻസി ആയാലും ശരി, അവർക്കൊക്കെ ഈ നിഷ്പക്ഷമായിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും നിയമത്തോടുള്ള അവരുടെ താല്പര്യം ഈ ഭരണഘടനയോടല്ല, ഭരിക്കുന്ന വ്യവസ്ഥയോടാണ്, അതായത് ഭരിക്കുന്ന പാർട്ടിയോടാണ്. ഈ ഭരിക്കുന്ന പാർട്ടിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് നിയമം ഉപയോഗിക്കേണ്ടത് എന്ന ധാരണയാണ് ചില ഉദ്യോഗസ്ഥന്മാർക്കെങ്കിലുള്ളത്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തിയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ നിയമവ്യവസ്ഥത എന്താണെന്നോ അല്ലെങ്കിൽ നിയമത്തിന്റെ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ അവർ നിയമത്തിന്റെ തന്നെ കുരുക്കിൽ കുടുക്കി അന്വേഷണം അവിടെ വെച്ച് അത് ബ്ലോക്ക് ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻ സംഭവം എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റിഗേഷനിൽ നിയമത്തിന്റെ വ്യവസ്ഥ വെച്ച് തന്നെ അതിന് കടിഞ്ഞാണിടും. അതാണ് ഈ ഡെസ്ക് ഓഫീസർമാരുടെ ടെക്നിക്കാണ്. നമ്മളിവിടെ കണ്ടു. ആദ്യം തന്നെ ഈ നമ്മുടെ സ്വർണ്ണക്കടത്തിന്റെ ഒരു കഥ നമ്മൾ അതിൽ കേട്ടു. അപ്പൊ അത് അനുവദിച്ചിട്ട് അത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തു. ആദ്യം കസ്റ്റംസ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് NIA വന്നു. NIA വന്നുകൊണ്ട് ED വന്നു. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അതായത് അത്തരത്തിൽ EDA പോലെയുള്ള ഏജൻസി കൊണ്ട് ഈ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിനെ ചില തലങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണ ഏജൻസി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. അപ്പൊ കമ്മീഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഹൈക്കോടതിയിൽ പോയി. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞു അല്ല, അത് അങ്ങനല്ല, സിംഗിൾ ബെഞ്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡിവിഷൻ ബെഞ്ച് വേറെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ട് നീട്ടി കൊണ്ടുപോയി അവസാനം കോടതി പറഞ്ഞു ഈ കമ്മീഷന്റെ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയി. അപ്പോൾ പലതരത്തിലും ഈ നിയമത്തിന്റെ നൂലാമാലകൾ അല്ലെങ്കിൽ അന്വേഷണ സമയത്ത് ഈ കോടതിയും ഇടപെടുത്തിക്കൊണ്ട് പല നൂലാമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് അന്വേഷണം ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പുരോഗതി ചില സ്ഥലത്ത് വെച്ച് ടേൺ ചെയ്യിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ കേസുകളെല്ലാം ഇത്തരത്തിലുള്ള പല കേസുകളും ഡൈവേർട്ട് ചെയ്ത് പോയിരിക്കുക. അങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം ചില ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യമാണ്, ഭരണത്തോടുള്ള അവരുടെ യജമാനന്മാരോടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യപ്രാപ്തി അവിടെ യജമാനന്റെ വീട്ടുപടിക്കൽ അവസാനിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്
നമുക്ക് മനസ്സിലാകുന്നത് ഒരു അക്യൂസ്ഡ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി മുമ്പ് കൺഫഷൻ ബിഫോർ എ പോലീസ് ഓഫീസർ നോട്ട് അഡ്മിസിബിൾ, കൺഫഷൻ ബിഫോർ എ കസ്റ്റംസ് ഓഫീസർ അഡ്മിസിബിൾ ആണ്. അതേസമയം കൺഫഷൻ ബിഫോർ എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അത് ശരിക്ക് അഡ്മിസിബിൾ ആയ പൂർണ്ണമായിട്ട് അഡ്മിസിബിൾ ആയ കാര്യമാണ്. അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാരെ ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന ഈ ലേഡി ഒരുപാട് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണെന്നില്ല. ഓഫ് കോഴ്സ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ കാണാം, ഇവരൊക്കെ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വല്ല താല്പര്യങ്ങൾ കൊണ്ടോ പറഞ്ഞതായിരിക്കാം. എന്നാലും അന്വേഷണ ഏജൻസി, അത് NIA ആയാലും ശരി, ED ആയാലും ശരി, അല്ലെങ്കിൽ കസ്റ്റംസ് ആയാലും ശരി, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് അവര് ഈ കക്ഷികളെയൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്നും അല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി അത് കേസ് ഡയറിയിൽ കാണണം. അതായത് സപ്പോസ് ഇപ്പം അനിൽ നമ്പ്യാരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്ത് അവര് ബാക്കി തെളിവുകളും ബാക്കി കൊറോബറേറ്റീവ് എവിഡൻസ് ഒക്കെ കൊണ്ട് താങ്കൾ അതില്ല എന്ന് പറഞ്ഞത് താങ്കൾ അതിനൊഴിവാക്കണം. ആ പ്രോസസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ഭാഗമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞ പല ആൾക്കാരും അന്നത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഫാമിലി ഒന്നും ചോദ്യം ചെയ്തത് ആരും മനസ്സിലാകുന്നില്ല. അതിന്റെ നടപടിക്രമങ്ങളും നമ്മൾ പൊതുസമൂഹത്തിൽ കാണുന്നില്ല. ഇനി അതല്ല, ചില സമയം ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരെ സ്വകാര്യമായി ചോദ്യം ചെയ്ത് ആ മുഴുവൻ ആ കാര്യം കേസ് ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നും നമ്മൾ അറിയില്ല. പക്ഷെ മൊത്തത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചില നിയമത്തിന്റെ വ്യവസ്ഥകൾ നിന്നുകൊണ്ട് തന്നെ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതായത് നിയമത്തിന്റെ ചില ടൂൾസായി ഉപയോഗിക്കുക അവർക്ക് താല്പര്യം വെച്ചിട്ട്. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പല കേസുകളും ഇപ്പോൾ അന്വേഷണാവസ്ഥയിലും ചിലത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയുള്ള ആ ബ്ലോക്കിലും ചില കാര്യങ്ങളൊക്കെ മറന്നുപോയ ഫയൽ അവിടെ പൊടി പിടിച്ച് കിടന്ന ലെവലിലൊക്കെ ആയിരിക്കാണ് പല കേസുകളും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളുണ്ട്. ഇപ്പം ലൈഫ് മിഷന്റെ കേസുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ പല തരത്തിലും പല കാരണങ്ങളും കൊണ്ട് അവിടെയൊക്കെ പല സ്ഥലത്തും നൂലാമാലകൾ പെട്ട് കിടക്കുകയാണ്. ഇതൊന്നും ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹം ഇതേക്കുറിച്ച് നമ്മളൊക്കെ ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹം ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ ഇതൊക്കെ അവിടെ കിടക്കുകയാണ്. ഇപ്പം NIA എടുത്ത കേസിൽ ഹൈക്കോടതി പറഞ്ഞു ഇതിൽ ടെറർ സെക്ഷൻ 15 ഓഫ് UAPA പ്രകാരം ടെറർ ഒരു ആക്ടിവിറ്റി ഇല്ല എന്ന് പറഞ്ഞു, ടെറർ ഫണ്ടിങ്ങും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇവർക്കൊക്കെ ബെയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ UAPA നിൽക്കില്ല എന്ന്. അപ്പോഴെന്ത് ചെയ്തു, ഈ NIA നേരെ എല്ലാം കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു തൽക്കാലം ഞങ്ങൾ ഈ ബെയിൽ കൊടുത്തതിൽ ഇടപെടുന്നില്ല, പക്ഷെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടത്തി ഇനി കേസ് മുന്നോട്ട് നടത്തി നോക്കാം എന്ന് പറഞ്ഞു അവിടെ പെൻഡിങ് കിടക്കുകയാണ്.